ഡിയേഴ്സ്, ജോഗ്രഫിയുടെ മൂന്നാം ചാപ്റ്ററിൽ ലെവൽ 2 വരുന്ന അതായത് മീഡിയം ലെവലിൽ വരുന്ന ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം അല്ലെ. നോക്കിക്കോ. എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ദ കൺസിസ്റ്റന്റ്ലി ഹൈ ടെമ്പറേച്ചേഴ്സ് ആൻഡ് ഹെവി റെയിൻഫാൾ ഇൻ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസ് അല്ലെ. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ സ്ഥിരമായ ഉയർന്ന താപനിലയ്ക്കും ശക്തമായ മഴയ്ക്കുമുള്ള കാരണങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. അപ്പൊ നല്ല ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആദ്യം നമ്മൾ എഴുതുന്ന കാര്യം എന്തായിരിക്കും? ആദ്യം എഴുതേണ്ടത് ഇതാ എങ്ങനെയാണ്, അവിടെ ലംബമായിട്ടാണ് നമ്മുടെ സൂര്യപ്രകാശം കിട്ടുന്നത് എന്നുള്ളതാണ്. അതായത് വെർട്ടിക്കലായിട്ട് സൺലൈറ്റ് കിട്ടുന്നു എന്നുള്ള കാര്യം ആദ്യം തന്നെ നമ്മൾ എഴുതി വെക്കണം. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവിടെ അവസ്ഥ? ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഉയർന്ന താപനിലയായിരിക്കും. അത് എന്തിലേക്ക് നയിക്കുന്നു? അത് ഇവാപറേഷനിലേക്ക് നയിക്കുന്നു, ബാഷ്പീകരണത്തിലേക്ക് നയിക്കുന്നു. നല്ല രീതിയിലുള്ള ബാഷ്പീകരണം അവിടെ ഉണ്ടാവും. അത് എന്തിലേക്ക് നയിക്കും? നമ്മുടെ മഴ പെയ്യുന്നതിലേക്കും. അതായത് മഴ പെയ്യുന്നതിലേക്ക് നയിക്കും എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അവിടെ അടയാളപ്പെടുത്തണം നമ്മുടെ സംവഹന മഴ, കൺവെൻഷണൽ റെയിൻഫാൾ. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ കൺവെൻഷണൽ റെയിൻഫാൾ നല്ലപോലെ അവിടെ കിട്ടും. അത് എന്തിന് കാരണമാവെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള മഴയ്ക്ക് കാരണമാവും. അപ്പൊ നല്ല രീതിയിലുള്ള ചൂടും അവിടെ ഉണ്ട്, അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള മഴയും കിട്ടാനുള്ള കാരണങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഓറോഗ്രാഫിക് റെയിൻഫാൾ അല്ലെ, ശൈലവൃഷ്ടി, പർവ്വത മഴ, അതുപോലെ തന്നെ നമ്മുടെ സൈക്ലോണിക് റെയിൻഫാള്, ഇതൊക്കെ ചില പ്രദേശങ്ങളിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴ അത് നല്ലപോലെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ചൂടും ഈ പ്രദേശങ്ങളിൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് അടുത്ത ചോദ്യമായിട്ട് വീണ്ടും കാണാം. ബൈ.